ദി 4 അവർ വർക്ക് വീക്ക്. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വിരമിക്കലിനു ശേഷം മാത്രം ആസ്വദിക്കാം എന്ന പരമ്പരാഗത സങ്കല്പത്തെ അടിമുടി ചോദ്യം ചെയ്തുകൊണ്ട് ആഗോളതലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച കൃതിയാണ് ടിം ഫെറിസിന്റെ ദി 4 അവർ വർക്ക് വീക്ക്. 2007 പുറത്തിറങ്ങിയ ഈ പുസ്തകം ജോലി, സമയം, സമ്പത്ത് എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തിരുത്തിക്കുറിക്കുന്ന ഒരു ലാൻഡ്മാർക്ക് പുസ്തകമാണ്. നമ്മുടെ സമൂഹത്തിൽ തലമുറകളായി പകർന്നു നൽകപ്പെടുന്ന ഒരു ജീവിത പദ്ധതിയുണ്ട്. നല്ല രീതിയിൽ പഠിക്കുക, ഒരു നല്ല ജോലി നേടുക, ആഴ്ചയിൽ 40 അതിലധികമോ മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, കിട്ടുന്ന സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുക, ഒടുവിൽ 60 വയസ്സിൽ വിരമിച്ച ശേഷം ബാക്കി കാലം യാത്ര ചെയ്യുകയോ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുകയോ ചെയ്യുക. എന്നാൽ ടിം ഫെറിസ് ഈ മാതൃകയെ ഡെഫേർഡ് ലൈഫ് പ്ലാൻ, മാറ്റിവെക്കപ്പെട്ട ജീവിത പദ്ധതി എന്ന് വിളിക്കുകയും അതിനെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നു. വിരമിക്കൽ പ്രായത്തിലെത്തുമ്പോഴേക്കും മനുഷ്യന്റെ ആരോഗ്യവും ഊർജവും ചോർന്നു പോയിട്ടുണ്ടാകും. ചെറുപ്പകാലത്തെ ഊർജ്ജസ്വലതയും കഴിവും പണത്തിനു വേണ്ടി മാത്രം വിറ്റുതീർക്കുന്ന ഈ രീതി വലിയൊരു വഞ്ചനയാണെന്ന് പുസ്തകം വാദിക്കുന്നു. ആരോഗ്യവും സമയവും ഒത്തുവരുന്ന യുവത്വത്തിൽ തന്നെ ജീവിതം ആസ്വദിക്കുക എന്നതാണ് ഇതിനുള്ള ബദൽ. പരമ്പരാഗതമായി പണത്തിന്റെ അളവുകോൽ വെച്ചാണ് നാം സമ്പന്നരെ അളക്കുന്നത്. എന്നാൽ ഫെറിസ് പുതിയൊരു വർഗത്തെ അവതരിപ്പിക്കുന്നു. അവരാണ് ദ ന്യൂ റിച്ച്. ബാങ്ക് അക്കൗണ്ടിലെ വലിയ അക്കങ്ങൾക്കല്ല, മറിച്ച് സമയത്തിനും ചലന സ്വാതന്ത്ര്യത്തിനും, ടൈം ആൻഡ് മൊബിലിറ്റി, ഇവയ്ക്ക് അവർ മുൻഗണന നൽകുന്നു. പണം മാത്രം സമ്പാദിച്ച് ഓഫീസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന കോടീശ്വരന്മാരെക്കാൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ജോലി ചെയ്യാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ളവരാണ് യഥാർത്ഥത്തിൽ ധനികർ എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. പണത്തേക്കാൾ മൂല്യവത്തായ കറൻസിയാണ് സമയം എന്ന തിരിച്ചറിവാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ പുസ്തകത്തിന്റെ കാതൽ അതിലെ DEAL എന്ന് വിളിക്കപ്പെടുന്ന 4 ഘട്ടങ്ങളുള്ള സംവിധാനമാണ്. ഇത് ഒരാളുടെ ജീവിതശൈലിയെ അടിമുടി മാറ്റി എഴുതാൻ സഹായിക്കുന്നു. ഡെഫിനിഷൻ, നിർവചനം. ആളുകൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് കോടികളല്ല, മറിച്ച് ആ പണം കൊണ്ട് വാങ്ങാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്ന അനുഭൂതികളാണ്. എലിമിനേഷൻ, ഒഴിവാക്കൽ. സമയം പാഴാക്കുന്ന അനാവശ്യ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും ജോലിയിൽ നിന്നും ഒഴിവാക്കുകയാണ് അടുത്ത പടി. ഓട്ടോമേഷൻ, യാന്ത്രികവൽക്കരണം. നിങ്ങൾ നേരിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും വരുമാനം നിലനിൽക്കുന്ന സിസ്റ്റം ഉണ്ടാക്കി എടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ലിബറേഷൻ, മോചനം. സ്ഥിരമായ ഒരു ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യണം എന്ന മിഥ്യാധാരണയിൽ നിന്നുള്ള മോചനമാണിത്. ഇവയോരോന്നും എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഡെഫിനിഷൻ, നിർവചനം. നിങ്ങളുടെ ജീവിതത്തിന്റെയും സമയത്തിന്റെയും പുതിയൊരു വ്യാഖ്യാനം. സമ്പന്നൻ എന്നാൽ ആരാണ്? ബാങ്ക് അക്കൗണ്ടിൽ കോടികൾ ഉള്ളവനാണോ? പരമ്പരാഗത സമൂഹം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഫെറിസ് ഈ കാഴ്ചപ്പാടിനെ മാറ്റിയെഴുതുന്നു. ഇവിടെയാണ് കേവല വരുമാനവും ആപേക്ഷിക വരുമാനവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അബ്സല്യൂട്ട് ഇൻകം ആൻഡ് റിലേറ്റീവ് ഇൻകം. കേവല വരുമാനം, ഒരു വർഷം നിങ്ങൾ ആകെ എത്ര രൂപ സമ്പാദിക്കുന്നു എന്നതിന്റെ കണക്കാണിത്. എന്നാൽ ഈ പണം സമ്പാദിക്കാൻ നിങ്ങൾ ആഴ്ചയിൽ 80 മണിക്കൂറിലധികം ഓഫീസിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ആപേക്ഷിക വരുമാനം. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയവുമായി നിങ്ങളുടെ വരുമാനത്തെ താരതമ്യം ചെയ്യുന്ന രീതിയാണിത്. ഉദാഹരണത്തിന്, ഒരാൾ ആഴ്ചയിൽ വെറും 10 മണിക്കൂർ മാത്രം ജോലി ചെയ്ത് ആദ്യത്തെയാളിന്റെ പകുതി വരുമാനം സമ്പാദിക്കുന്നു എന്നിരിക്കട്ടെ. അയാൾക്ക് സ്വന്തം കാര്യങ്ങൾക്കായി ആഴ്ചയിൽ ബാക്കി എത്രയോ മണിക്കൂർ സമയം ബാക്കിയുണ്ട്. യഥാർത്ഥ സമ്പത്ത് പണം മാത്രമല്ല, സമയവും കൂടിയാണ്. പണമുണ്ടെങ്കിലും അത് ചെലവഴിക്കാൻ സമയമില്ലാത്ത അവസ്ഥ ദാരിദ്ര്യത്തിന് തുല്യമാണ്. അതിനാൽ കേവല വരുമാനത്തിന് പിറകെ പായുന്നതിന് പകരം ഉയർന്ന ആപേക്ഷിക വരുമാനവും സമയ സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്താനാണ് ഡെഫിനിഷൻ പഠിപ്പിക്കുന്നത്. ഭൂരിഭാഗം ആളുകളോടും നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് 1 കോടി രൂപ വേണം എന്നോ കോടീശ്വരനാകണം എന്നോ ആയിരിക്കും മറുപടി. എന്നാൽ
ആ പണം കൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പലപ്പോഴും ആളുകൾക്ക് കോടികളല്ല, മറിച്ച് ആ പണം കൊണ്ട് വാങ്ങാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്ന ഭൗതിക വസ്തുക്കളോടോ അനുഭവങ്ങളോടോ ആണ് ആഗ്രഹം. ഉദാഹരണത്തിന്, കോടികൾ വിലമതിക്കുന്ന ഒരു വലിയ വീട് വേണം എന്നല്ല, സ്വന്തമായി ഒരു വലിയ പൂന്തോട്ടമുള്ള ശാന്തമായ അന്തരീക്ഷം വേണം എന്നാണ് ചിന്തിക്കേണ്ടത്. ഒരു വലിയ കാർ വേണം എന്നല്ല, യാത്രാവേളകളിലെ സുഖ സൗകര്യങ്ങൾ വേണം എന്നാണ് ചിന്തിക്കേണ്ടത്. വർഷങ്ങളോളം ജോലി ചെയ്യാതിരിക്കണം എന്നല്ല, ഇഷ്ടമുള്ളപ്പോൾ യാത്ര ചെയ്യാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ഈ ലക്ഷ്യങ്ങളെ കൃത്യമായി നിർവചിക്കുമ്പോൾ ആ ലക്ഷ്യത്തിലെത്താൻ യഥാർത്ഥത്തിൽ എത്ര പണമാണ് വേണ്ടത് എന്ന് മനസ്സിലാകും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്ര വലിയ തുകയുടെ ആവശ്യമുണ്ടായില്ലെന്നും വരാം. ഇത് പണത്തിനു വേണ്ടിയുള്ള അനാവശ്യമായ പരക്കം പാച്ചിൽ ഒഴിവാക്കാൻ സഹായിക്കും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനോ പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനോ ആളുകൾ മടിക്കുന്നതിന്റെ പ്രധാന കാരണം ഭയമാണ്. എനിക്ക് ജോലി നഷ്ടപ്പെട്ടാലോ, ബിസിനസ് പരാജയപ്പെട്ടാലോ, സമൂഹം എന്ത് വിചാരിക്കും? ഇത്തരം ചിന്തകൾ. ഈ ഭയങ്ങളെ നേരിടാനും അതിജീവിക്കാനുമുള്ള ഒരു മാതൃകയാണ് ഫിയർ സെറ്റിംഗ്. ഒരു പുതിയ കാര്യത്തിന് തുനിയുമ്പോൾ മനസ്സിൽ വരുന്ന ഏറ്റവും മോശമായ സാഹചര്യം എന്താണ് എന്ന് ഒരു കടലാസിൽ എഴുതിയെടുക്കുക. ഉദാഹരണത്തിന്, നിലവിലെ ജോലി ഉപേക്ഷിച്ചാൽ ഏറ്റവും മോശമായി എന്ത് സംഭവിക്കാം? സേവിങ്സ് തീർന്നു പോകാം, കടം കയറാം, പുതിയ ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടാം. ഇങ്ങനെ ഭയങ്ങളെ കൃത്യമായി നിർവചിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഇത് സംഭവിച്ചാൽ എനിക്കത് പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ ഈ നഷ്ടം വീണ്ടെടുക്കാൻ എത്ര സമയം വേണ്ടിവരും? ഭൂരിഭാഗം ഭയങ്ങളും നമ്മൾ ഊഹിച്ചുണ്ടാക്കുന്ന വലിയ രാക്ഷസന്മാരാണ്. അവയെ നേരിട്ട് വിശകലനം ചെയ്യുമ്പോൾ അവയൊക്കെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നവയോ അല്ലെങ്കിൽ നഷ്ടസാധ്യത വളരെ കുറഞ്ഞവയോ ആണെന്ന് മനസ്സിലാകും. അപകട സാധ്യതയെക്കുറിച്ചുള്ള ഭയത്തേക്കാൾ വലുതാണ് ഒന്നും ചെയ്യാതെ ഒരേ അവസ്ഥയിൽ തന്നെ തുടരുന്നതുകൊണ്ടുള്ള അപകടം. ആ തിരിച്ചറിവാണ് ഡി ഘട്ടം നൽകുന്നത്. ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കാൻ ഫെറിസ് അവതരിപ്പിക്കുന്ന മറ്റൊരാശയമാണ് ഡ്രീം ലൈൻ. പരമ്പരാഗതമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത 6 മാസത്തിനുള്ളിലോ 1 വർഷത്തിനുള്ളിലോ നിങ്ങൾ ചെയ്യാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ കൃത്യമായ ഒരു പട്ടികയാണിത്. ഡ്രീം ലൈൻ നിർമ്മിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചിന്ത മാറ്റിവെക്കുക. നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുക. ആഗ്രഹങ്ങളെ ചെറുതും വലുതുമായി തരംതിരിക്കുക. അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന 3 മുതൽ 5 വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, അനുഭവങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ എന്നിവ എഴുതുക. അവയ്ക്കുള്ള ചെലവ് കണക്കാക്കുക. ഈ ആഗ്രഹങ്ങൾ സാധ്യമാക്കാൻ കൃത്യമായി എത്ര രൂപയാണ് വേണ്ടത് എന്ന് കണക്കുകൂട്ടുക. അതിനുശേഷം പ്രതിമാസ വരുമാന ലക്ഷ്യം നിശ്ചയിക്കുക. ഇത് ജീവിതത്തിന് വ്യക്തമായ ഒരു ദിശ നൽകുകയും വെറുതെ സ്വപ്നം കണ്ട് സമയം കളയുന്നതിന് പകരം അവയിലേക്ക് എത്തിച്ചേരാനുള്ള പ്രായോഗികമായ വഴികൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് വ്യക്തമായി നിർവചിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആശയക്കുഴപ്പങ്ങൾക്ക് സ്ഥാനമില്ല. ഇന്ന് ഞാൻ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ചെറിയ ചുവടുകൾ വച്ചു തുടങ്ങുക. ഈ എലിമിനേഷൻ, ഒഴിവാക്കൽ, സമയത്തിന്റെ പരമാവധി വിനിയോഗവും പരേറ്റോ തത്വവും. നമ്മളിൽ പലരും ദിവസവും 10-12 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഗുണപരമായ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂരിഭാഗം സമയവും നമ്മൾ പാഴാക്കുന്നത് നമ്മെ തളർത്തുന്ന യാതൊരു ഫലവുമില്ലാത്ത നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പരേറ്റോ പ്രിൻസിപ്പിൾ, ദ 80-20 റൂൾ. നിങ്ങളുടെ മൊത്തം വരുമാനത്തിന്റെ 80% വരുന്നത് നിങ്ങളുടെ ഉപഭോക്താക്കളുടെ വെറും 20% നിന്നാണ്. നിങ്ങളുടെ വിജയത്തിന്റെയോ പ്രശ്നങ്ങളുടെയോ 80% പിന്നിൽ നിങ്ങളുടെ പ്രയത്നത്തിന്റെ വെറും 20% മാത്രമാണുള്ളത്. ഈ തത്വം നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കും ജോലിയിലേക്കും പ്രയോഗിക്കുക എന്നതാണ് എലിമിനേഷന്റെ ആദ്യപടി. നിങ്ങളുടെ ജോലികളെയോ ഉപഭോക്താക്കളെയോ പ്രശ്നങ്ങളെയോ പരിശോധിക്കുക.
ഏത് 20% കാര്യങ്ങളാണ് നിങ്ങൾക്ക് 80% ഫലമോ സന്തോഷമോ തരുന്നത് എന്നും ഏത് 80% കാര്യങ്ങളാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജവും പാഴാക്കി കളയുന്നത് എന്നും വേർതിരിച്ചറിയുക. ഫലപ്രാപ്തി കുറഞ്ഞ ആ 80% കാര്യങ്ങളെ ധൈര്യപൂർവം വെട്ടിച്ചുരുക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക എന്നതാണ് സ്മാർട്ട് വർക്ക്. എല്ലാ ജോലികളും ഒരേപോലെ പ്രാധാന്യമുള്ളതല്ല. സമയം കളയുന്ന അനാവശ്യ ഭാരങ്ങളെ ചുമന്നു തീർക്കാനല്ല മനുഷ്യജന്മം. പാർക്കിൻസൺസ് നിയമം, പാർക്കിൻസൺസ് ലോ. നമ്മൾ സാധാരണയായി വിശ്വസിക്കുന്നത് ഒരു ജോലി തീർക്കാൻ എത്രത്തോളം കൂടുതൽ സമയം ലഭിക്കുന്നുവോ അത്രയും നല്ല രീതിയിൽ ആ ജോലി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ്. ഒരു ജോലി പൂർത്തിയാക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയത്തിനനുസരിച്ച് ആ ജോലി വലുതാകുന്നു. Work expands so as to fill the time available for its completion. ഉദാഹരണത്തിന്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഒരാഴ്ചത്തെ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ച മുഴുവൻ അതിനായി അലസമായി സമയം ചെലവഴിക്കുകയും അവസാന ദിവസങ്ങളിൽ മാത്രം അത് തീർക്കുകയും ചെയ്യും. എന്നാൽ അതേ ജോലി തീർക്കാൻ വെറും 2 ദിവസം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എങ്കിൽ നിങ്ങൾ മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ച് പൂർണ്ണ ഏകാഗ്രതയോടെ ആ 2 ദിവസത്തിനുള്ളിൽ ജോലി തീർത്തു കാണിക്കും. ഈ നിയമം നമ്മുടെ ജോലി സമയത്തെ കുറയ്ക്കാനായി ഉപയോഗിക്കാം. ഡെഡ് ലൈനുകൾ ചുരുക്കുക. ഒരു കാര്യത്തിന് നൽകുന്ന സമയം പകുതിയായി കുറയ്ക്കുക. പരിമിതമായ സമയം. ഒരു ദിവസം മുഴുവൻ ഓഫീസിൽ ഇരിക്കുന്നതിന് പകരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ ജോലികളും തീർക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഉത്പാദനക്ഷമത 10 മടങ്ങ് വർദ്ധിപ്പിക്കും. ഇമെയിലുകൾ ദിവസത്തിൽ 1-2 തവണ മാത്രം നോക്കുക. ദിവസം മുഴുവൻ ഇമെയിലിന് പിറകെ നടക്കുന്നത് ഉത്പാദനക്ഷമതയെ പൂർണ്ണമായി തകർക്കും. പകരം ഉച്ചയ്ക്കു ശേഷമോ അല്ലെങ്കിൽ നിശ്ചിത സമയത്തോ മാത്രം ഇമെയിലുകൾ ചെക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ ഞാൻ ദിവസത്തിൽ 1 തവണ മാത്രമേ ഇമെയിൽ നോക്കൂ എന്ന് നിങ്ങളുടെ സഹപ്രവർത്തകർക്കോ ക്ലയന്റുകൾക്കോ മുന്നറിയിപ്പ് നൽകുക. നാം കാണുന്ന വാർത്തകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നമ്മുടെ തലച്ചോറിനെ അനാവശ്യമായ ഭയവും ആകുലതകളും കൊണ്ട് നിറയ്ക്കുന്നു. ജീവിതത്തിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ദിവസവും വരുന്ന 100 കണക്കിന് വാർത്തകളുടെയോ രാഷ്ട്രീയ വിവാദങ്ങളുടെയോ സോഷ്യൽ മീഡിയ റീലുകളുടെയോ യാതൊരു ആവശ്യവുമില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി ഫെറിസ് ഒരു ലോ ഇൻഫർമേഷൻ ഡയറ്റ് നിർദ്ദേശിക്കുന്നു. 1 മാസത്തേക്ക് എല്ലാത്തരം വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയ വാർത്തകളും കാണുന്നത് നിർത്തുക. ലോകത്ത് എന്തെങ്കിലും വലിയ അത്യാഹിതം സംഭവിച്ചാൽ അത് നിങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ ആ വിവരങ്ങൾ നിങ്ങളുടെ അടുത്ത് താനേ എത്തിച്ചേരും. ബാക്കി വരുന്ന നിസ്സാര വിവരങ്ങൾ അറിയാതിരുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഉപയോഗയോഗ്യമായ വിവരങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുക. ഒരു പ്രശ്നം പരിഹരിക്കാനോ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താനോ സഹായിക്കുന്ന വിവരങ്ങൾ മാത്രം സ്വീകരിക്കുക. ബാക്കിയുള്ളവയെല്ലാം നോൺ ആക്ഷനബിൾ ആയി കണ്ട് തള്ളിക്കളയുക. മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ടി വരുമോ എന്ന ഭയം കാരണം പലപ്പോഴും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾക്കും ശരി എന്ന് തലയാട്ടാറുണ്ട്. സുഹൃത്തുക്കളുടെ അനാവശ്യമായ കൂട്ടായ്മകൾ, മേലധികാരികൾ അടിച്ചേൽപ്പിക്കുന്ന അധിക ജോലികൾ, താല്പര്യമില്ലാത്ത പരിപാടികൾ എന്നിവയിലെല്ലാം നമ്മൾ സമയം കളയുന്നു. സമയത്തിന്റെ വില മനസ്സിലാക്കിയ ഒരാൾക്ക് നോ പറയാനുള്ള കഴിവുണ്ടായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ഉപകാരപ്പെടാത്തതോ നിങ്ങളുടെ സമയത്തെ പാഴാക്കുന്നതോ ആയ ഏതൊരു കാര്യത്തിനും യാതൊരു കുറ്റബോധവുമില്ലാതെ ഇല്ല എന്ന് പറയാൻ പഠിക്കുക. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം സമയം ബലി കഴിക്കുന്നത് ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതിശയകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. പല ജോലികളും കൃത്യതയോടെയും പൂർണ്ണതയോടെയും ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രം മണിക്കൂറുകൾ നഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു കാര്യം ആദ്യ തവണ തന്നെ 100% മികച്ചതാകണം എന്നില്ല. പൂർണ്ണതയേക്കാൾ പ്രധാനം ആ ജോലി ചെയ്തു തീർക്കുക എന്നതാണ്. ഓട്ടോമേഷൻ. നിങ്ങളില്ലെങ്കിലും ബിസിനസ്സും ജീവിതവും മുന്നോട്ട് പോകുമ്പോൾ പലരും വിശ്വസിക്കുന്നത് തങ്ങൾ ഓരോ ചെറിയ കാര്യത്തിലും നേരിട്ട് ഇടപെട്ടാൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായി നടക്കൂ എന്നാണ്. എന്നാൽ ഈ ചിന്താഗതിയാണ് അവരെ എപ്പോഴും തിരക്കുള്ളവരും സമ്മർദ്ദത്തിലാഴ്ത്തുന്നവരുമായി മാറ്റുന്നത്. ഓട്ടോമേഷൻ എന്നാൽ എന്താണ്? അതിന് വ്യക്തി ജീവിതത്തിലുള്ള പ്രസക്തി എന്താണ്?
പൊതുവെ ഫാക്ടറികളിലോ സോഫ്റ്റ്വെയറുകളിലോ ജോലികൾ സ്വയം ചെയ്യപ്പെടുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ വ്യക്തിജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യമോ മാനസിക ശ്രദ്ധയോ ഇല്ലാതെ തന്നെ നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ തനിയെ നടപ്പിലാകുന്ന സംവിധാനത്തെയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ദിവസേനയുള്ള പ്രവൃത്തികളിൽ വലിയൊരു പങ്കും ആവർത്തിക്കപ്പെടുന്ന ചെറിയ ജോലികളാണ്, റിപ്പീറ്റേറ്റീവ് ടാസ്ക്സ്. ഈ ചെറിയ കാര്യങ്ങൾക്കായി നമ്മൾ ദിവസവും മണിക്കൂറുകളാണ് പാഴാക്കുന്നത്. പണം നൽകിയോ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ ഈ ജോലികൾ ഒഴിവാക്കുകയോ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഓട്ടോമേഷൻ സാധ്യമാകുന്നത്. ഇത് നിങ്ങളുടെ സമയം എന്ന ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്നു. മാനസിക തീരുമാനങ്ങളുടെ ഭാരം കുറയ്ക്കൽ, ഡിസിഷൻ ഫറ്റീഗ് റിഡക്ഷൻ. ഓരോ ദിവസവും നമ്മൾ എണ്ണമറ്റ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട്. രാവിലെ എന്ത് ധരിക്കണം, എന്ത് പ്രഭാത ഭക്ഷണം കഴിക്കണം, ഓഫീസിൽ പോകുമ്പോൾ ഏതു വഴി പോകണം തുടങ്ങി ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മസ്തിഷ്കത്തെ ക്ഷീണിപ്പിക്കുന്നു. ഇതിനെയാണ് ഡിസിഷൻ ഫറ്റീഗ് എന്ന് വിളിക്കുന്നത്. ഈ പ്രശ്നത്തിന് വ്യക്തി ജീവിതത്തിൽ ഓട്ടോമേഷൻ നടപ്പിലാക്കുക എന്നത് മാത്രമാണ് പരിഹാരം. ഭക്ഷണം മുൻകൂട്ടി പ്ലാൻ ചെയ്യുക, മീൽ പ്രപ്പ്. ഓരോ ദിവസവും അടുക്കളയിൽ കയറി ഇന്ന് എന്ത് പാചകം ചെയ്യണം എന്നാലോചിച്ച് സമയം കളയുന്നതിന് പകരം ആഴ്ചയിലെ ഭക്ഷണക്രമം മുൻകൂട്ടി തയ്യാറാക്കുക. അല്ലെങ്കിൽ ഇതിനായി റെഡി ടു കുക്ക് പാക്കുകളോ ഹോം ഡെലിവറി സൗകര്യങ്ങളോ കൃത്യമായി പ്ലാൻ ചെയ്യാം. ഇത് ദിവസവും കുറഞ്ഞത് അരമണിക്കൂറിലധികം സമയം ലാഭിച്ചു തരും. വസ്ത്രധാരണം ലളിതമാക്കുക. ആപ്പിൾ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് എപ്പോഴും ഒരുപോലുള്ള കറുത്ത ടീഷർട്ടും ജീൻസുമാണ് ധരിക്കുന്നത്. ദിവസവും എന്ത് വസ്ത്രം ധരിക്കണം എന്ന അനാവശ്യ ചിന്തയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്തത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും വസ്ത്രധാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ലളിതമായ രീതികൾ തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നത് രാവിലത്തെ തിരക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും. വീട്ടുജോലികൾക്കായി ദിവസവും നാം ചെലവഴിക്കുന്ന സമയം വളരെ വലുതാണ്. വീട് തൂത്തുവാരി വൃത്തിയാക്കാനും തുണി അലക്കാനും പാത്രങ്ങൾ കഴുകാനും ഒക്കെ ദിവസവും മണിക്കൂറുകൾ മാറ്റിവെക്കേണ്ടി വരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ ജോലികൾ പൂർണ്ണമായോ ഭാഗികമായോ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും. റോബോട്ടിക് ഉപകരണങ്ങളുടെ ഉപയോഗം. വീട് വൃത്തിയാക്കാൻ റോബോട്ട് വാക്യൂം ക്ലീനറുകൾ ഉപയോഗിക്കുന്നത് വഴി ദിവസവും തറ തൂത്തുവാരി തുടയ്ക്കുന്ന ജോലി ഒഴിവാക്കാം. അത്യാധുനിക വാഷിംഗ് മെഷീനുകളും ഡിഷ് വാഷറുകളും ജോലിഭാരം വലിയ രീതിയിൽ കുറയ്ക്കുന്നു. പണം നൽകിയുള്ള സഹായം, ഔട്ട്സോഴ്സിംഗ് ഡൊമസ്റ്റിക് ചോഴ്സ്. എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ വീട് വൃത്തിയാക്കാനോ വസ്ത്രങ്ങൾ അയൺ ചെയ്യാനോ ആഴ്ചയിലൊരിക്കൽ ജോലിക്കാരെ വെക്കുന്നത് നിങ്ങളുടെ സമയം ലാഭിച്ചു തരും. പണം കൊടുത്ത് സമയം വാങ്ങുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ഓട്ടോ ഡെബിറ്റ് സംവിധാനം. കറന്റ് ബില്ല്, വാട്ടർ ബില്ല്, മൊബൈൽ റീചാർജ്, വൈഫൈ ബില്ല്, ഇൻഷുറൻസ് പ്രീമിയം എന്നിവ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൃത്യതയോടെ ഓട്ടോമാറ്റിക്കായി കട്ടാകുന്ന രീതി. സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് സജ്ജമാക്കുക. ഇതുവഴി പേയ്മെന്റുകൾ മുടങ്ങുമെന്ന പേടിയും അതോടനുബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുടെ ബുദ്ധിമുട്ടും ഒഴിവാക്കാം. ഓട്ടോമാറ്റിക് സേവിങ്സ്. ശമ്പളം ലഭിക്കുന്ന ദിവസം തന്നെ ഒരു തുക നിക്ഷേപത്തിലേക്കോ സേവിങ്സ് അക്കൗണ്ടിലേക്കോ ഓട്ടോമാറ്റിക്കായി മാറുന്ന രീതി സെറ്റ് ചെയ്യുക. ചെലവഴിച്ചത് കഴിഞ്ഞ് ബാക്കിയുള്ളത് സേവ് ചെയ്യുക എന്നതിന് പകരം സേവ് ചെയ്തത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ചെലവഴിക്കുക എന്ന തത്വം നടപ്പിലാക്കാൻ ഇത് സഹായിക്കും. ഗ്രോസറി ഡെലിവറി. അവശ്യ സാധനങ്ങളും പലവ്യഞ്ജനങ്ങളും കടകളിൽ നേരിട്ട് പോയി മണിക്കൂറുകളോളം ക്യൂ നിന്ന് വാങ്ങുന്നതിന് പകരം ഹോം ഡെലിവറി ആപ്പുകൾ ഉപയോഗിക്കുക. ഇതുവഴി വലിയ യാത്രാസമയവും ശാരീരിക അധ്വാനവും ലാഭിക്കാം. ഇമെയിൽ ഫിൽട്ടറുകളും ടെംപ്ലേറ്റുകളും. ദിവസവും 100 കണക്കിന് ഇമെയിലുകൾ ലഭിക്കുന്നവരാണ് നമ്മൾ. ഇതിൽ പ്രൊമോഷണൽ മെയിലുകൾ ഓട്ടോമാറ്റിക്കായി സ്പാമിലേക്കോ പ്രത്യേക ഫോൾഡറിലേക്കോ പോകുന്ന രീതി സെറ്റ് ചെയ്യുക. ആവർത്തിച്ചു നൽകേണ്ട മറുപടികൾക്കായി ഇമെയിൽ ടെംപ്ലേറ്റുകൾ തയ്യാറാക്കി വെക്കുക. ഓട്ടോമാറ്റിക് ബാക്കപ്പുകൾ. ഫോണിലെയും ലാപ്ടോപ്പിലെയും ഫോട്ടോകളും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളും നഷ്ടപ്പെടാതിരിക്കാൻ ക്ലൗഡ് ഡ്രൈവുകളിലേക്ക് ഓട്ടോമാറ്റിക്കായി ബാക്കപ്പ് ആകുന്ന സംവിധാനം സജ്ജമാക്കുക. ഇടയ്ക്കിടെ മാനുവലായി ബാക്കപ്പ് എടുക്കേണ്ട അലച്ചിൽ ഇതൊഴിവാക്കും. ഡിജിറ്റൽ ഡിറ്റോക്സ് ടൈമറുകൾ.
സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാൻ ഓട്ടോമാറ്റിക് ആപ്പ് ബ്ലോക്കറുകൾ ഉപയോഗിക്കുക. നിശ്ചിത സമയത്തിന് ശേഷം ആപ്പുകൾ ലോക്ക് ആകുന്ന രീതി സെറ്റ് ചെയ്യുന്നത് അനാവശ്യമായി സമയം കളയുന്നത് തടയും. വ്യക്തി ജീവിതത്തിൽ ഓട്ടോമേഷൻ കൊണ്ടുവരുമ്പോൾ ചില മാനസിക തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പണച്ചെലവ് സംബന്ധിച്ച ഭയം. ഇതൊക്കെ ചെയ്യാൻ കുറെ പണം വേണ്ടി വരില്ലേ എന്ന സംശയം പലർക്കും ഉണ്ടാകാം. എന്നാൽ ഇവിടെ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ നൽകുന്ന പണത്തിന് പകരം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. ആ സമയം ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനോ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനോ ബിസിനസ് വളർത്താനോ സാധിക്കും. നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന ഭയം. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെയോ മെഷീനുകളെയോ ഏൽപ്പിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയുണ്ടാകാം. എന്നാൽ തുടക്കത്തിൽ ചെറിയ കാര്യങ്ങൾ മാത്രം ഓട്ടോമേറ്റ് ചെയ്യുകയും ക്രമേണ അത് വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. എൽ. ലിബറേഷൻ, മോചനം. ഭൂമിശാസ്ത്രപരമായ സ്വാതന്ത്ര്യവും പുതിയ സമ്പന്നരുടെ ജീവിതശൈലിയും. നിങ്ങൾ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ദിവസവും ട്രാഫിക്കും ബ്ലോക്കും താണ്ടി ഓഫീസിലേക്ക് പോകുന്ന ആ പഴയ രീതി മാറ്റിയെടുക്കാനുള്ള സമയമാണിത്. എന്താണ് ലിബറേഷൻ അഥവാ സ്വാതന്ത്ര്യം? ലിബറേഷൻ എന്നാൽ ജോലി ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, റിമോട്ട് വർക്ക് ഓർ വർക്ക് ഫ്രം എനിവേർ നേടിയെടുക്കുക എന്നതാണ്. പരമ്പരാഗതമായി നമ്മൾ വിശ്വസിക്കുന്നത് ജോലി ചെയ്യണമെങ്കിൽ ഒരു ഓഫീസിൽ ഫിസിക്കലായി ഹാജരാകണം എന്നാണ്. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇന്റർനെറ്റും ഒരു ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലിരുന്നും മികച്ച രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കും. സമയം, സ്ഥലം എന്നിവയുടെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാവുകയും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതാണ് ലിബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിമോട്ട് വർക്കിലേക്കുള്ള മാറ്റം, ട്രാൻസിഷൻ ടു റിമോട്ട് വർക്ക്. നിങ്ങൾ നിലവിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ജോലി ഉപേക്ഷിച്ചു പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ നിലവിലെ ഓഫീസിൽ നിന്ന് തന്നെ റിമോട്ട് വർക്ക് നേടിയെടുക്കുക എന്നതാണ് ആദ്യപടി. വിശ്വാസ്യത വളർത്തിയെടുക്കുക. ഓഫീസിൽ നേരിട്ട് പോകാതെ ജോലി ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കണം. നിങ്ങൾ ഓഫീസിൽ ഇല്ലെങ്കിലും ഏൽപ്പിച്ച ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കും എന്ന് തെളിയിക്കുക. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടക്കം കുറിക്കുക. ഒറ്റയടിക്ക് പെർമനന്റായി റിമോട്ട് വർക്ക് ചോദിക്കുന്നതിന് പകരം ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവാദം ചോദിക്കുക. കോവിഡ് കാലഘട്ടത്തിന് ശേഷം ലോകമെമ്പാടും ഈ രീതി വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഫലങ്ങൾ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഓഫീസിൽ എത്ര സമയം ഇരുന്നു എന്നതിനേക്കാൾ നിങ്ങൾ കമ്പനിക്കു നൽകുന്ന ഫലങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് ബോധ്യപ്പെടുത്തുക. റിസൾട്ട്സ്. വീട്ടിലിരുന്നാൽ ഉത്പാദനക്ഷമത അഥവാ പ്രൊഡക്ടിവിറ്റി കൂടും എന്ന് കണക്കുകൾ നിരത്തി ബോധ്യപ്പെടുത്തുക. മിനി റിട്ടയർമെന്റുകൾ എന്ന ആശയം. പരമ്പരാഗത ചിന്താഗതി അനുസരിച്ച് നമ്മൾ ജീവിതകാലം മുഴുവൻ 55-60 വയസ്സ് വരെ കഠിനാധ്വാനം ചെയ്ത് വിരമിക്കൽ കാലത്ത്, റിട്ടയർമെന്റ് കാലത്ത് മാത്രം ലോകം കാണാനും ആഗ്രഹങ്ങൾ സാധിക്കാനും നടക്കണം. എന്നാൽ 60 വയസ്സിന് ശേഷം യാത്ര ചെയ്യാനും സാഹസിക കാര്യങ്ങളിൽ ഏർപ്പെടാനും നമ്മുടെ ശരീരം അനുവദിക്കണം എന്നില്ല. ടിം ഫെറിസ് ഇതിന് പകരം മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് മിനി റിട്ടയർമെന്റുകൾ. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ആസ്വദിക്കുക. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നതിന് പകരം ഓരോ 2-3 വർഷം കൂടുമ്പോൾ ഏതാനും മാസങ്ങൾ ജോലിയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്ന് യാത്ര ചെയ്യുകയോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ ചെയ്യുക. ലിബറേഷന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ജിയോഗ്രഫിക് ആർബിട്രേജ്. അതായത് ശക്തമായ കറൻസിയോ ഉയർന്ന വരുമാനമോ ഉള്ള രാജ്യത്ത് ജോലി ചെയ്യുകയും എന്നാൽ ജീവിക്കാൻ വളരെ കുറഞ്ഞ ചെലവുള്ള സ്ഥലങ്ങളിൽ ഡിജിറ്റൽ നൊമാഡ് ലൈഫ് സ്റ്റൈലിൽ താമസിക്കുകയും ചെയ്യുക. ഡിജിറ്റൽ നൊമാഡ് ജീവിതശൈലി. ലാപ്ടോപ്പും ഇന്റർനെറ്റും മാത്രം കൈവശമുള്ളവർക്ക് ലോകത്തിന്റെ ഏതെങ്കിലും മനോഹരമായ തീരപ്രദേശത്തോ മലയോര ഗ്രാമങ്ങളിലോ ഇരുന്ന് ജോലി ചെയ്യാം. അമേരിക്കയിലോ യൂറോപ്പിലോ ഉള്ള കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കാൻ കുറഞ്ഞ ചെലവുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ താമസിച്ച് വലിയ തുക സമ്പാദിക്കാൻ ഇത് സഹായിക്കും. ജീവിത ചെലവ് കുറയ്ക്കൽ. ഉയർന്ന ജീവിത ചെലവുള്ള നഗരങ്ങളിൽ വാടകയും മറ്റു കാര്യങ്ങൾക്കുമായി വലിയ തുക കളയുന്നതിന് പകരം
കുറഞ്ഞ ചെലവിൽ ഉയർന്ന ജീവിത നിലവാരം ഉറപ്പാക്കാൻ ഈ രീതി സഹായിക്കും. ചെറിയ പരീക്ഷണങ്ങൾ നടത്തുക. പെട്ടെന്ന് വലിയ എടുത്തുചാട്ടങ്ങൾക്ക് മുതിരാതെ ചെറിയ പരീക്ഷണങ്ങളിലൂടെ സ്വാതന്ത്ര്യം ആസ്വദിച്ചു തുടങ്ങുക. ഉദാഹരണത്തിന്, ഓഫീസിൽ നിന്ന് ഒരാഴ്ചത്തെ അവധിയെടുത്ത് സ്വന്തം ബിസിനസ്സോ പുതിയ ആശയങ്ങളോ പരീക്ഷിച്ചു നോക്കുക. ദി 4-Hour വർക്ക് വീക്ക് പരമ്പരാഗത ജോലിയുടെയും വിരമിക്കൽ സങ്കല്പങ്ങളുടെയും അടിത്തറ ഇളക്കുന്ന ഒരു വിപ്ലവകരമായ പുസ്തകമാണ്. വിരമിക്കൽ കാലം വരെ കഠിനാധ്വാനം ചെയ്ത് ജീവിതാഭിലാഷങ്ങൾ മാറ്റിവെക്കുന്ന രീതിക്ക് പകരമായി ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാനുള്ള സമയ സ്വാതന്ത്ര്യം എങ്ങനെ നേടിയെടുക്കാം എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. പണത്തേക്കാൾ വിലപ്പെട്ടതാണ് സമയമെന്നും ശരിയായ ആസൂത്രണത്തിലൂടെയും സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെയും ഏവർക്കും സ്വന്തം ജീവിതത്തിന്റെ യഥാർത്ഥ ഉടമയാകാൻ സാധിക്കും എന്നും ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.